ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മിത്രയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. താൻ കാരണമാണ് കുടുംബം ഇങ്ങനെ കുട്ടിച്ചോറായതെന്ന് വിശ്വസിച്ച് മിത്ര ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ദേവിയും അതുപോലെ തന്നെ മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, നീ ഇങ്ങനെ വിഷമിക്കില്ല, നീ കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മിത്ര പറഞ്ഞിട്ട് ഇല്ല എടുത്തി, ഞാൻ തന്നെ കാരണമാണ് എല്ലാം സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിലേ വരാൻ പാടില്ലായിരുന്നു. ഞാൻ വന്നതുകൊണ്ട് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നമായിരുന്നു. അങ്കിളും അതുപോലെ തന്നെ അപ്പച്ചി എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു. ഒരു പ്രശ്നം ഈ കുടുംബത്തിലുണ്ടായില്ല. ഞാൻ വന്നതോടുകൂടി തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആകാശ് വരുന്നുണ്ട്. ശേഷം ആര്യനും വരുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട്, എൻ്റെ ആകാശേട്ടാ മിത്ര പറഞ്ഞത് കേട്ടോ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളേ ഉണ്ടായില്ലെന്ന്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, എൻ്റെ മിത്രേ, നീ ചെറുപ്പം മുതൽ നമ്മളെ കണ്ടു വളരണല്ലേ, അച്ഛൻ എത്രമാത്രം ഞങ്ങൾ തല്ലാറുണ്ടെന്ന് വഴക്ക് പറയാറുണ്ടെന്നൊക്കെ, ഞങ്ങൾ എത്രമാത്രം കരയാറുണ്ടെന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ നീ എന്തിൻ്റെ ഇതിലാണ് പറയണത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലെന്ന്? നീ കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന എന്ന് പറഞ്ഞാൽ അമ്മേനെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവരണം, അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുമ്പോഴേക്കും മിത്ര പറയുന്നുണ്ട്, അതിന് അപ്പച്ചീന് വരുമോ, അച്ഛനും ഇളയച്ചനൊക്കെ വിടുമെന്ന് തോന്നണില്ല എനിക്കെന്ന് പറയണം. അപ്പോൾ ആര്യം പറഞ്ഞിട്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, 2 ദിവസം നോക്കാം, അതിനുശേഷം അമ്മയായിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ദേവി പറയണ്ടേ എന്തായാലും കുഴപ്പമില്ല, നാളെ മിത്ര വീട്ടിലേക്ക് കയറി പോകണം. അയ്യോ നാളെയോ? നാളെ ഞാൻ പോകുന്നില്ല എന്ന് പറയാണ്. മീനാക്ഷി പറയണ്ടേ എന്തുകൊണ്ട് പോയിക്കൂടാ, നാളെ എന്തായാലും മിത്രയുടെ വീട്ടിലേക്ക് പോകണം. അത് എല്ലാ അവകാശത്തോടു കൂടി തന്നെയാണ് മിത്ര പോവാനായിട്ട്. മിത്ര പോയിട്ട് അവിടെ അപ്പച്ചീനെ ആൻറ്റീനെ എങ്ങനെയെങ്കിലൊക്കെ പാട്ടിനെ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ്. മിത്ര പറഞ്ഞ എനിക്കൊന്ന് പേടിയാവണം, ആ ലോകം നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ മീനാക്ഷിയും അതുപോലെ തന്നെ ദേവിയും പറയണ്ടേ, എൻ്റെ മിത്രേ, ആ ലോകം എത്രക്കാരനെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നീ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട, നീ നാളെ എന്തായാലും പോകണം എന്ന് പറയണം. അയ്യോ എനിക്ക് പേടിയാന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ജനിച്ചു വളർന്ന വീടല്ലേ, നിന്റെ അച്ഛനും അമ്മയാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് നിന്റെ കുടുംബജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അപ്പച്ചി ചെയ്തെന്ന് പറഞ്ഞാൽ നിന്നോട് സ്നേഹം കൂടിയുള്ള എല്ലാവർക്കും, അതുകൊണ്ട് അപ്പച്ചിയുടെ സ്നേഹം കൂടും, അതുകൊണ്ട് എന്തായാലും നീ നാളെ പോകണമെന്ന് പറയുമ്പോൾ ദേവി പറയണ്ട്, എനിക്കതല്ല ടെൻഷൻ, ഇനി ആ വീട്ടിൽ കുറേ രാക്ഷസന്മാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ മിത്രയുടെ മുഖത്തേക്ക് നോക്കാട്ടെ ദേവി. അയ്യോ മിത്രേ, സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അല്ല എടുത്ത് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, ശരിയാ അവിടെ രാക്ഷസ കൂട്ടങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതെ, ആ രാക്ഷസന്മാർ ചിലപ്പോൾ അമ്മയുടെ മനസ്സ് മാറ്റിയിട്ട് ചിലപ്പോൾ സ്ത്രീ പീഡനത്തിനെയോ ഗാർഹിക പീഡനത്തിനെയോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പോലും എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി പറയണ്ടേ, അങ്ങനെയൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ മിത്ര പറയണ്ട, അങ്ങനെ തള്ളിക്കളയേണ്ട മീനാക്ഷി എടുത്തി, അവരെ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പല കേസും കൊടുക്കാൻ ചാൻസ് ഉണ്ട്, അച്ഛനെ ഉപദ്രവിച്ചെന്നോ വീട്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാണ്. എന്തായാലും നമുക്ക് നാളെ നോക്കാം എന്ന് പറയുന്നുണ്ട്. എനിക്ക് അമ്മേനെ കാണാൻ തോന്നുക എന്ന് മീനാക്ഷി പറയുമ്പോൾ മിത്ര പറയണ്ടേ, എനിക്കും അതെ അപ്പച്ചിനെ കാണണമെന്ന് പറയുമ്പോൾ ദേവിയും പറയണ്ടേ, എനിക്കും അതെ അമ്മേനെ കാണാൻ തോന്നുക, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, അമ്മ ഈ വീട്ടിലതപ്പോൾ എന്തോ വല്ലാത്തൊരു ശൂന്യത പോലെ തോന്നുന്നു എന്ന് പറയാണ്. അപ്പം അച്ഛനെ എങ്ങനെയായിരിക്കുമല്ലേ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മിത്ര പറയണ്ട, പാവം അങ്കിളും ആകെ വിഷമത്തില്ല, ഞാൻ കാണുക അതേ മിത്ര മിണ്ടിപ്പോരുത്, കുറേ നേരം നീ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇനി ആ വാക്കുച്ചരിക്കരുതെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഇപ്പം അച്ഛൻ പുറത്ത് പോയിരിക്കല്ലേ, നമുക്ക് പുറത്ത് വരാന്തയിൽ പോയിട്ടെ അമ്മേനൊന്ന് നോക്കാം, ചിലപ്പോൾ അമ്മ ഇതുപോലെ ജനലരികളെങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലോ, അമ്മേനൊന്ന് കാണാലോ. ശരിയാ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി മിത്രയും അതുപോലെ തന്നെ ദേവിയും കൂടി ചേർന്നിട്ട് വരാന്തയിൽ പോയിട്ട് ഇങ്ങനെ നോക്കട്ടെ കൃഷ്ണമംഗലത്തേക്ക്. ആരും കാണുന്നില്ലല്ലോ മിത്ര എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിളിക്കാം, എടുത്തൊരു കാര്യം ചെയ്യും, തവള കരയണ പോലെ കരേ. ഞാനോ എന്ന് ദേവി ചോദിക്കുമ്പോൾ അതെ എടുത്തി കര, കാ എന്നൊരു കരയണ, കാന്നോ, അത് കാക്ക കരയണല്ലേ എടുത്തി, എനിക്ക് തവള കരയണമെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്ത് നമുക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ എന്താണ് അത് ഗോമതി കേൾക്കുന്നുണ്ട്. ഗോമതി അടുക്കളയിലാണ് ആ സമയത്ത്. ഗോമതി കേൾക്കുന്നുണ്ട്. പിന്നെയും മീനാക്ഷി മിത്രനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയും വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോഴേക്കും പല ഒച്ചയിലും വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗോമതിക്ക് സങ്കടമാവുന്നുണ്ടെങ്കിലും ഗോമതി കർട്ടൻ ഇങ്ങനെ മാറ്റി നോക്കുന്നൊന്നുമില്ല, പതിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവരാണെന്ന് മനസ്സിലാകുമ്പോൾ ഗോമതി കർട്ടൻ അങ്ങനെ തന്നെ ഇടാണ്. ഗോമതിക്ക് അത്ര വിഷമമായിട്ടുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞു, ആരും പുറത്തേക്ക് വരുന്നില്ലല്ലോ, അമ്മ ഉറങ്ങി കാണുമായിരിക്കുമോ, ചിലപ്പോൾ വിഷമിച്ച് തള്ളുന്ന അകത്ത് കിടക്കുകയായിരിക്കും, വാ നമുക്ക് എന്തായാലും പോവാം, ഇനി അച്ഛൻ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ആ 3 മരുമക്കളും കൂടി അകത്ത് കയറി പോവാണ്. ഗോമതി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അതേസമയം അനന്തം പറയണ്ട, എന്തായാലും നാളെ അച്യുതം വരുമല്ലോ, അച്യുതം വന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാണ്. ആലോക് പറയണ്ട്, അതെ അച്ഛൻ വന്നിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല വല്യച്ഛ, നമ്മൾ ഇതിൽ തീരുമാനിച്ചപ്പോൾ തന്നെ നടക്കും, എന്തായാലും അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കളും കാര്യങ്ങളും നമ്മൾ തിരിച്ചു വാങ്ങിച്ചിരിക്കും, അത് നമുക്ക് എന്താ ചെയ്യാം, പക്ഷെ അത് അവൾക്ക് പറയണ്ട, അവളുടെ പേരിലെ സ്വത്തുക്കളെന്ന് അത് പറയണ്ട വല്യച്ഛ, പറഞ്ഞു കഴിച്ചപ്പോൾ വലിയ പ്രശ്നമാകും, ചിലപ്പോൾ നമ്മുടെ പേര് തിരിച്ച് എഴുതി തന്നില്ലെങ്കിൽ അവൾ അത്ര കാര്യമൊന്നുമല്ല, എന്തായാലും എഴുതി തരുമായിരിക്കും, നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് അനന്തം പറയുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് നമ്മുടെ ഗോമതി ആണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാവർക്കും പൊതിച്ചോറാട്ടോ വാങ്ങിച്ചുകൊണ്ടത്, കാരണം വീട്ടിലൊന്നും വെച്ചില്ല. അപ്പോൾ ബാലനെ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി ധർമ്മം വിളിക്കുന്നുണ്ട്. വാ കഴിക്കളിയാന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഓ ചേച്ചി പോയ വിഷമത്തിലാണല്ലേ, ആർക്കാടാ വിഷമം, ഞാൻ ഇപ്പോൾ വന്ന് കഴിക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ പോയി കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ ബാലനും ചെറിയ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ മറ്റുള്ള മുമ്പ് കാണിക്കുന്നില്ല. അപ്പോൾ ആര്യം വരുന്നുണ്ട് കേട്ടോ ബാലനോട് സംസാരിക്കാൻ റൂമിൽ. എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന്. അതിനെന്താ സംസാരിക്കാമല്ലോ, നീ ഇരിക്കുമെന്ന് പറയാണ്. ആര്യനോട് ചോദിക്കണ്ടല്ലേടാ, നിനക്കിന്ന് പണിക്ക് പോകണ്ടേ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചെയ്യട്ടെ, നീ ഒരു ഡെലിവറി ചെയ്താൽ എത്ര രൂപ നിനക്ക് കിട്ടോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആര്യം പറയണ്ട, അച്ഛാ ഞാൻ എൻ്റെ വർക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്, അച്ഛൻ പ്ലേറ്റ് മാറ്റാൻ നിൽക്കണ്ട, അച്ഛനെ മനസ്സിലായി ഞാൻ എന്തിനാണ് വന്നതെന്ന്, അത് മറച്ചു വെക്കാൻ വേണ്ടി അച്ഛൻ മനഃപൂർവ്വം എൻ്റെ അടുത്ത് ഈ വിഷയം എടുത്ത് ഇട്ടതല്ലേ, ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് വേറെ കാര്യമൊക്കെ മറച്ചു വെക്കണത്, ഞാൻ നിന്റെ അടുത്ത് ഇതന്നെ ചോദിക്കാനാണ് നിൽക്കണത് അച്ഛൻ. പക്ഷെ എനിക്ക് ഈ കാര്യം പറയാനല്ല അച്ഛനോട് ഞാൻ വന്നത്, ഞാൻ ദേവമംഗലത്തിലെ കാര്യം പറയാനാണ് വന്നത്. ദേവമംഗലത്ത് എന്താ പ്രശ്നം, ദേവമംഗലം നല്ല സുഖമായിട്ട് പോകണം, ഒരു കുഴപ്പമില്ല എന്ന് ബാലൻ പറയുമ്പോൾ, ഒരു കുഴപ്പമില്ല അച്ഛാ, അമ്മയില്ലാത്തത് ഒരു കുറവായിട്ട് അച്ഛന് തോന്നണില്ലേ? എനിക്കൊരു കുറവായിട്ടും തോന്നണില്ല. എന്താ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അച്ഛ എല്ലാവർക്കും അതൊക്കെ ഒരു കുറവ് തന്നെ തോന്നുന്നുണ്ട്, അച്ഛനും തോന്നുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അച്ഛനറിയാം. അച്ഛൻ വാശി പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആര് പറഞ്ഞു? എനിക്കൊരു വാശിയില്ല, എനിക്ക് അയാൾ പോയതേ സത്യം സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്, കാരണം ഒരു കുറ്റം അന്വേഷിച്ച് അതിന്റെ ശിക്ഷ വിധിച്ച പോലത്തെ ഒരു സന്തോഷമാണ് എനിക്ക് എന്നൊക്കെ ബാലൻ പറയുമ്പോൾ ആരും ഇങ്ങനെ ബാലന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന ഭാഗമായിട്ട് ഇന്നത്തെ എപ്പിസോഡിലും ഉടനീളം കാണിച്ചത്. എന്തായാലും നമ്മുടെ മിത്ര നാളെ കൃഷ്ണമംഗലത്ത് പോകുന്നില്ല, കാരണം അലോക് കുറച്ച് പരിപാടികളൊക്കെ നാളെ കാണിക്കുന്നുണ്ട്. വേറൊന്നല്ല, നമ്മുടെ ഗോമതിയുടെ കുടിക്കുന്ന പാലിൽ എന്തോ ചേർക്കുക, ചോറിൽ എന്തോ ചേർക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മയങ്ങി ഇരിക്കുന്ന സമയത്ത് സ്വത്തുക്കളൊക്കെ എഴുതിയെടുക്കാനാണ് നമ്മുടെ അലോകിന്റെ ഉദ്ദേശം. പക്ഷെ അലോകിന്റെ ആ പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല, കാരണം ചോറിൽ വിഷം കലക്കുമ്പോഴേക്കും അത് ഗോമതി കറക്റ്റായിട്ട് കളയുന്നുണ്ട്. പക്ഷെ പാലിന്റെ കാര്യം നമുക്കൊരു സീനായിട്ടുള്ളത്. എന്തായാലും ഗോമതിക്കൊന്നും വരാൻ വേണ്ടി ബാലൻ സമ്മതിക്കില്ല. ഇവർ തമ്മിൽ ഒന്നാവുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കട്ടോ മിക്കവാറും അലോക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒപ്പിക്കുമായിരിക്കും. ആ കാര്യത്തിൽ നമ്മുടെ ഗോമതിക്ക് ചിലപ്പോൾ സീരിയസ് കാര്യങ്ങളൊക്കെ ആവുമായിരിക്കും, ഹെൽത്തിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും കാരണം കൊണ്ട് മരണപ്രാളത്തിലെങ്ങാനും ഗോമതി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ അവിടെ രക്ഷിക്കാൻ നമ്മുടെ ബാലൻ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ബാലൻ ഇപ്പം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിക്കരയും, ആ രീതിയിലാണ് ബാലൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അലോക് ഗോമതിന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അലോകിന്റെ എന്തായാലും അന്ത്യം ബാലന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. എന്തായാലും ഇത്ര നാളെ മറ്റന്നാൾ ഒന്നും തന്നെ കൃഷ്ണമംഗലത്തേക്ക് പോകുന്ന ഭാഗമൊന്നും ഇല്ല. മിക്കവാറും ഈ വീക്കെൻഡ് പ്രൊമോയിലായിരിക്കും ആ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവുക. മാത്രമല്ല ഗോമതി ബാലനേക്കാളും വാശിയിലാണ്. എന്തൊക്കെ വന്നാലും ദേവമംഗലത്തിലേക്ക് കയറില്ലെന്നുള്ള ഒറ്റ വാശിയിലാണ് ഗോമതി. തന്റെ മരുമക്കൾ തന്നെ കാണാൻ വേണ്ടി വരാന്തി വന്ന് വിളിച്ചപ്പോൾ പോലും ഗോമതി തിരിഞ്ഞു നോക്കില്ല, കാരണം ഗോമതിക്ക് അത്രമാത്രം വിഷമമുണ്ട്. കാരണം ഗോമതിയുടെ ഒരു സ്വഭാവത്തെ ആണല്ലോ ബാലൻ പറഞ്ഞത്, പക്ഷെ ബാലൻ ഉദ്ദേശിച്ച സ്വഭാവ ദൂഷ്യമൊന്നുമല്ല, നിന്റെ സ്വഭാവം അങ്ങനത്തെ രീതി പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ ഗോമതിയും ഗോമതിയുടെ വീട്ടുകാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബാലൻ പറഞ്ഞത് വേറെ ഉദ്ദേശത്തിലാണ്, ഇവള് ചീത്തൊരു സ്ത്രീയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ബാലൻ പറഞ്ഞത് എന്ന രീതിയിലാട്ടോ അങ്ങനെ ആവണത്. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ വേണ്ടി മറന്നു കേട്ടോ, ഈ ചാനൽ കാണുന്ന, അതായത് സാന്ത്വനം കാണുന്ന ആളുകൾ പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.